പോയിട്ട് വരാട്ടോ. ടാറ്റാ. അപ്പൊ ശരി. ചെന്നിട്ടുള്ളി ഒരു ഉമ്മയോടെ തരാം, അത് കൊച്ചിന് കൊടുക്കണം കേട്ടോ. അമ്മച്ചിങ്ങ് തിരിഞ്ഞിട്ടേ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവരെന്തോ ഗിഫ്റ്റ് കൊടുക്കാൻ പോവാന്നൊക്കെ പറഞ്ഞു, അമ്മയ്ക്കും അച്ഛനും കേട്ടോ. അപ്പൊ ഇവര് പ്ലാൻ ചെയ്ത് വെച്ചാണ്. ഒരു കുറച്ച് സമയം കൂടെ ഉള്ളൂ നമ്മളിവിടെ അല്ലേ. അതെ അതെ, ഞങ്ങൾക്ക് പോകാൻ വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങള് തിരിച്ചു പോകാൻ ആകപ്പാടെ ഒരു 20 days ലീവിനാണ് ഞങ്ങൾ മാരേജ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വന്നത് അല്ലേ. വന്ന് ഒരു 4 to 5 daysനുള്ളിൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. പിന്നെ അടുത്ത ഒരു 14 days ഞങ്ങള് റണ്ണിങ് ആയിരുന്നു, വിരുന്ന് കാര്യങ്ങള് അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം ഇന്ന് പോണം, നാളെ തൊട്ട് ഡ്യൂട്ടി ഉണ്ട്. ചേട്ടന് ഡ്യൂട്ടി ഇല്ല, പക്ഷെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. എന്നാലും തിരിച്ചു പോകുന്നതിന് മുമ്പേ അച്ഛനും അമ്മയ്ക്കും നമുക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ? ഓണമൊക്കെ അല്ലേ വരുന്നേ. അപ്പം ഞങ്ങള് ഓൾറെഡി നമ്മള് വിരുന്നിന് പോയിട്ട് തിരിച്ചു വന്ന വഴിക്ക് ഞങ്ങൾ മേടിച്ചോണ്ടൊക്കെയാണ് വന്നത്. അവരെ കാണാതെ പമ്മി ഒളിപ്പിച്ച് കൊണ്ട് വെച്ചതാണ്. എന്നെ കൊണ്ട് കൊടുത്താലോ അല്ലേ? ഇന്നത്തെ വീഡിയോയിലോട്ട് നേരെ പോവാം. പിന്നെ ഇവര് തിരിച്ചു പോകുന്ന വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും അല്ലേ. ആ വാ ആയോ. ഞങ്ങള് ഡോറൊക്കെ തുറന്നു വരാം. ലൈറ്റ് ഇട്ടോ ഫ്രണ്ടിൽ നിൽക്കുവാണെങ്കി ഇല്ലേ, എന്റെ ബാക്കി നിന്നു. എനിക്ക് നിന്നോടാ സ്നേഹം, ഞാൻ നിന്റെ കൂടെ. അപ്പൊ അച്ഛനും അമ്മയ്ക്കും ഞങ്ങളൊരു ചെറിയ ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്, കൊടുക്കാൻ പോകട്ടോ. ഓണമൊക്കെ അല്ലേ, അച്ഛൻ്റെ ഞാൻ ആദ്യം കൊടുക്കാവേ. അമ്മച്ചിങ്ങ് തിരിഞ്ഞിട്ടേ. അമ്മ കൈ കടിച്ച് കൈ അടിച്ചു. നോക്കിക്കേ. കാണുന്നുണ്ട്. ഇഷ്ടപ്പെട്ടെന്ന് പറയണേ. അടിപൊളി, സൂപ്പർ. അടിപൊളി. അല്ല ഈ സേവ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഇങ്ങനെ ഉണ്ട്. ഞാൻ ഷർട്ട് മനസ്സിലായി, അത് ഇട്ടതിന് ശേഷം മനസ്സിലാവുക വെച്ചാ നല്ല ഷർട്ടാ. അത് ഇട്ടാലും അതിന്റെ ഭംഗി അതാണ്. അമ്മക്ക് ഇഷ്ടപ്പെട്ടമ്മേ? അപ്പൊ ഞങ്ങക്ക് പോവാൻ സമയമായി. എല്ലാരും വന്നു. അനൂപേട്ടൻ വണ്ടി കൊണ്ട് വന്നിട്ടുണ്ട്. ചേച്ചി വരുന്നുണ്ടോ? വന്നില്ല, അതിനാണ് ഞാൻ നിന്നെ വിടുന്നത്. വെല്ലുമിച്ച് ഓൾറെഡി ഞങ്ങള് പോകുമ്പോ കൂടെ പോരാനായിട്ട് ഒരുങ്ങി നിൽക്കുക. അതെ, ഓരോരുത്തരും ഒന്നിക്കൊണ്ട് പോകുന്നത്. വണ്ടി ഓടിച്ചോണ്ട് പോവാ. ആന്ന് എല്ലാം കഴിഞ്ഞ് എടുത്തൊക്കെ വെച്ചു. അത് എന്റെ മറ്റൊരു ചേട്ടായിടെ ക്യാമറ. അത് ക്യാമറ അത് തന്നെയുണ്ട്. 7 കിലോ ആ ഭാഗം മാറിപ്പില്ല. ഇത് പാവങ്ങടെ ഭാഗം കേട്ടോ. ആരും എടുത്തില്ല. അത് ഞാൻ എടുത്തോളാം. പില്ലെടുത്തോ. പില്ലല്ലോ. പില്ലോ.
അത് ഞാൻ എടുത്തോളാം. എടോ ഇനി വരുമ്പോ താൻ ഇങ്ങോട്ട് വരുമോ ഉപ്പാർക്ക് വരുമോ? ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് പുറകെ വരാം. അങ്ങോട്ടേക്ക് ദൂരെ കൂടുതല, ഇങ്ങോട്ടേക്ക് 1 മണിക്കൂറേ ഉള്ളൂ. സമാധാനായല്ലേ ഇനി? ഇവിടെ വന്നിട്ടേ ബൈക്കും കൊണ്ടോ കാറും കൊണ്ടോ അങ്ങോട്ടേക്ക് വരുമ്പോ അത്ര ക്ഷീണമില്ല. പിന്നെ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ ഞങ്ങള് പറയാം. അപ്പം എല്ലാരും കൂടെ ഒന്ന് കൂട്ടാൻ വന്നാൽ മതി, ഒരു 2 വണ്ടി നിറച്ച ആൾക്കാര്. അതുകൊള്ള ഞാനുണ്ടല്ലേ വരുള്ളൂ. പിന്നെ പപ്പായ്ക്കും അമ്മയ്ക്കും മാൾക്കുട്ടിയും കൂടെ വരണമെന്നുണ്ടായിരുന്നു ഇവരെ കൊണ്ടുവിടാൻ വേണ്ടി കേട്ടോ. നമ്മുടെ ഓട്ടോയുടെ വൈപ്പർ കംപ്ലൈന്റ് ആയിട്ടിരിക്കുകയാണ്. സേറനെ നോക്കാൻ രാമ ഉണ്ടായിരുന്നെങ്കിൽ രാമനെ ഏൽപ്പിച്ചിട്ട് പോയിരുന്നു. രാമേ ഇല്ലായിരുന്നു. അപ്പം കുറേ കാര്യങ്ങൾ പെൻഡിങ് ആവും. അതിൽ നമുക്ക് അതിൻ്റെ വെള്ളം വരും എന്നൊക്കെ പറഞ്ഞു. 4 ദിവസം കൂടുമ്പോഴല്ലേ വെള്ളം വരണം. വെള്ളം പിടിക്കാൻ ആരെങ്കിലും വേണം. കുറെ പിന്നെ സങ്കടമാണ്. അത് വേണം മെയിൻ. കഴിഞ്ഞ ദിവസം മാൾക്കുട്ടി വിളിച്ചിട്ട് പറഞ്ഞു നീ തിരിച്ചു പോന്നെന്ന്. അപ്പഴേ അമ്മയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. വീഡിയോ ഞാൻ കണ്ടായിരുന്നു. വീഡിയോ അല്ല, വൈകിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഭയങ്കര കരച്ചിലായിരുന്നു പറഞ്ഞു. അമ്മയും അച്ഛനുമേ ഇവരൊന്നും വന്നിട്ട് തിരിച്ചു പോകുന്നില്ലേ? ഇല്ല, അത് അമ്മയ്ക്ക് കൊടുത്തേ. അമ്മ എന്നോട് ചോദിച്ചായിരുന്നു, ഓർമ്മ ഞാൻ കൊടുത്തു. ഇതേ കൂട്ട് പെട്ടി ഇതും കൂടി കൊടുത്തു. ഇനിയിപ്പൊ ചേച്ചി കരയായിരിക്കും അല്ലേ? അഞ്ജലി ചേച്ചി. കുറച്ച് കാര്യങ്ങളൊക്കെ അതൊന്നും ചെയ്തേക്കണേ, ഇതൊന്നും ചെയ്തേക്കണേ, എന്റെ തൂടി തുടങ്ങാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം സെറ്റ് ആക്കി വെച്ചോളൂ. അതുകൊണ്ട് ഇന്നലെ കൊറേ ഒക്കെ കഷ്ടപ്പെട്ടു കേട്ടോ. അച്ചാറൊക്കെ വന്നിട്ടുണ്ട്. ഇന്നലെ ടെസ്റ്റ് ചെയ്താണ് നമ്മള്. നല്ലായിരുന്നു. എല്ലാം കറക്റ്റായിട്ട് എടുത്ത് കഴിച്ചോണം. എല്ലാം അടച്ചുകൂട്ടി വെച്ചോണം, എല്ലാം കേടായി പോലെ. സമയായിരുന്നു. വാ ആരോമലേ ഒന്നൊന്നടാ ഇതൂടെ. അത് കരയോ? അച്ഛ അന്നത്തെ പോലല്ല. ഇനിയിപ്പോ ഞാൻ കൂടെ ഉണ്ട്, പടപടേന്ന് വരും. പാവു പോയല്ലേ? മാമ ഒരു ഉമ്മ കൊടുത്തിട്ട് നോക്കും. മാമ മാമന്ന് വിളിക്കുന്നുണ്ട്. ആണോ? ഇവര് വേറെ വഴിക്ക് പോകണേ. ഓക്കെ, അപ്പൊ ടാറ്റ. അപ്പൊ ശരി. അരവന് ബാഗ് എവിടെ വെച്ചേ? ബാക്കിലാണോ വെച്ചേ? ഉറപ്പല്ലേ? അത് ഞാൻ ആദ്യം എടുത്ത് വെച്ചു. ടിക്കറ്റ് സെറ്റ് ആക്കി വെച്ചു. ഇവിടെ ഒരാൾക്ക് ഭയങ്കര സങ്കടമൊക്കെ വരുന്നോ? അതെന്നാ നോക്കി അമ്മ അറിയുന്നുണ്ടോ നിനക്ക് സങ്കടം വന്നോ?
പെട്ടെന്ന് വന്നു അല്ലേ? അവൻ ബ്ലോക്കിൽ കിടന്നൊന്നും അറിഞ്ഞില്ല. ബ്ലോക്കിൽ കിടന്നത് നീ അറിഞ്ഞില്ലല്ലോ. കഴിഞ്ഞോ? അപ്പൊ ശരി. ആ ചെന്നിട്ടുള്ളി ഒരു ഉമ്മയോടെ തരാം. അത് കൊച്ചിന് കൊടുക്കണം കേട്ടോ. അല്ലെ കൊച്ചിന് ഭയങ്കര വിഷമാകും. ഇവിടെ ഒരുപാട് നേരം നിൽക്കുന്നില്ലല്ലോ. ശരി എന്നാ ഞങ്ങള് പോവാട്ടോ. പോന്ന കാണാൻ നിക്കണെങ്കിലേ നമ്മള് താഴെ കൂടെ പാർക്ക് ചെയ്ത് കയറി വരണ്ടേ അല്ലേ? സമയം കളണ്ട. അത് പോട്ടെ. അപ്പൊ ഇതിന് ലേറ്റ് ആയിരുന്നു അല്ലേ? ആ തിരിച്ചു വരുമെന്നൊന്നും അറിയത്തില്ല. ഉടനെ തന്നെ തിരിച്ചു വരാൻ പറ്റട്ടെ. ലീവ് കാണത്തില്ല. 2025 തിരിച്ച് പെട്ടെന്ന് വന്ന് ഒരു മാസം വീട്ടിൽ നിൽക്കാൻ പറ്റട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ടാറ്റ പോവാട്ടോ. പോയിട്ട് വരാട്ടോ. ടാറ്റ. എയർപോർട്ടിന്റെ അകത്തെ അത്തപ്പൂക്കള് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ. എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് ദിവസം ആയതാന്ന് തോന്നുന്നു. ആ മനുഷ്യനെ കണ്ടോ? ഒരു വികാരം ഇല്ലാണ്ട് പോകുന്നത്. കൂടെ ഉള്ളതാ ഞാന്. നല്ല വെയിറ്റ് ഉണ്ട് ബാഗിന്. ഫുള്ള് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കിന് ഞാൻ ഇതെന്റെ വീഡിയോ എടുക്കുക. നമ്മുടെ ഫ്ലൈറ്റിന് ഇപ്പം കുറച്ച് നേരത്തിനുള്ളിൽ പോവും. അവിടെ അമ്മയ്ക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. എൻ്റെ വീട്ടിലും ഭയങ്കര സങ്കടം. എന്നാ ചെയ്യാനല്ലേ? മടുത്ത് കേട്ടോ. നോക്കിയിരിക്കുക. കുറെ ലഗേജൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? കല്യാണമൊക്കെ എങ്ങനെയായിരുന്നു? കല്യാണം വൈബ് കല്യാണം. കുടുംബത്തിലെ വെച്ച് ഏറ്റവും വലിയ കല്യാണമായിരുന്നു കേട്ടോ. അത് എനിക്ക് തോന്നുന്നു മോൾഡ് ചേച്ചിയുടെ കല്യാണം ഇതിന് മുമ്പ് അല്ലെ വലുതായിട്ട് നടന്നിട്ടുള്ള. പക്ഷെ ഇപ്പൊ നമ്മുടെ സെറ്റിങ്സ് ഒക്കെ മാറി. അതിലും കുറച്ചും കൂടെ പുതുമ ഉള്ള ഒരു കല്യാണമായിരുന്നു. ഭയങ്കര വൈബായിരുന്നു. പിന്നെ ഞാനൊരു സാധനം കല്യാണത്തിന് അടിച്ചു മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. എന്റെ വണ്ടിയൊക്കെ അടിച്ചു മാറ്റി കേട്ടോ. ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ ഞാൻ തൃശ്ശൂർ കൊണ്ടുവന്നതിന് ബുദ്ധിമുട്ടോ? മറ്റേ കാറിന്റെ ഫ്രണ്ട് വെച്ചിരുന്നല്ലേ? അതെടുത്ത് ആർക്കൊക്കെ കൊടുത്തു. ഇല്ല, ഞാൻ ഒരെണ്ണം എടുത്ത് നിങ്ങളുടെ വണ്ടിയിലും കുത്തി. നീ അടിച്ചു. അത് പപ്പയായിരിക്കും കൊണ്ടുവച്ചത്. അല്ലല്ല, ഞാനാ വെച്ചേ. ഒന്ന് നിങ്ങളുടെ വണ്ടിയിലും ഒന്ന് ഉണ്ണിച്ചാട്ടയുടെ ജീപ്പിന്റെ ഫ്രണ്ടിലും എടുത്ത് കുത്തി വെച്ചു ഞാൻ. ഇന്നലെ ഞങ്ങൾ വന്നിട്ട് ഒരു കടലിട്ട് പോയി ഇങ്ങനെ വണ്ടി തരണം. കല്യാണം കഴിഞ്ഞാണോ? ഞങ്ങളുടെ കല്യാണം കഴിയാനുള്ളത് അത് നിങ്ങൾ ഊരി മാറ്റിയില്ല? ഫ്രീ ആയിട്ട് സാധനമല്ലേ. എന്നാലും അടിപൊളിയായിരുന്നു. പിന്നെ ചേട്ടനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ എന്റെ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട് ചേട്ടനോട് കുറച്ച് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ. പക്ഷെ അടിപൊളിയാണ്. നമ്മുടെ കൊല്ലനാളിന്റെ ഫാമിലി നമ്മളെ എല്ലാവരും ഏകദേശം നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. വൈബ് പിള്ളേർ സെറ്റാണ്. അതുകൊണ്ട് വൈബായിട്ടുള്ള ഒരാളെയാണ് കേട്ടോ. നല്ല വൈബാ, ഭയങ്കര വൈബാട്ടോ. കോമഡി ആയിട്ട് തോന്നി. പിന്നെ ഞങ്ങൾ പോയി സംസാരിച്ചപ്പോഴൊക്കെ നമുക്ക് അങ്ങോട്ടേക്ക് പരിചയപ്പെടുത്താനൊന്നും വന്നില്ല. ആളെ നമ്മളൊക്കെ എല്ലാവരും നല്ല സുലഭമായിട്ട് അറിയാം. എല്ലാവരും അങ്ങോട്ട് കയറി മിണ്ടുകയും ചെയ്യും. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടി അടിപൊളിയായിരുന്നു. കല്യാണം വൈബായിരുന്നു. എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം. നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഞാൻ വിഷ്ണുവാണ്. ആ കമന്റ് വന്നായിരുന്നു വിഷ്ണുവാണ് ഞാൻ ഏകദേശം തോന്നി.
അപ്പൊ മനസ്സിലായി പറഞ്ഞതാണ്. കുഴപ്പമില്ല, നല്ല വൈബാ. പിന്നെ തലേദിവസ പരിപാടി എങ്ങനെയായിരുന്നു? തലേദിവസ പരിപാടി ഞാൻ ഇന്ന് എന്റെ വീട് തന്നെ ഞാനൊരു 10 പ്രാവശ്യമായിരുന്നു കണ്ടു. കാര്യം എനിക്ക് ആ ഗാനമേള, മിനി ഗാനമേള എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ പിള്ളേരെ അവരുടെ ഇടപെടലൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഫുഡ് ഞാൻ എല്ലാത്തിനും എടുത്തു. കപ്പ ബിരിയാണി കഴിച്ചു, പിന്നെ ബിരിയാണിയുടെ റൈസ് കഴിച്ചു, ചിക്കൻ കഴിച്ചു, പിന്നെ എന്നതായിരുന്നു സൺവാസ്. അപ്പം വേണ്ടാന്ന് തോന്നുന്നു, അപ്പം എന്നോട് ചോദിച്ചു വേണ്ടാന്ന് തോന്നുന്നു. എല്ലാത്തിനും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൈസും ചിക്കനും സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. നല്ല വിശന്നു. മൊത്തത്തില് ഞങ്ങൾ എന്തായാലും കളറാക്കി. ആകെപ്പാടെ ഉള്ളൊരു നമുക്ക് പറ്റാണ്ട് പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടി, പിള്ളേർ സെറ്റ് എല്ലാം കൂടെ, കസിൻസ് എല്ലാം കൂടെ പരിപാടി, അത് മാത്രം ഒരു പറ്റിയില്ല. പക്ഷെ നമുക്കതൊരു വിഷമമില്ല. കാര്യം ഇറങ്ങാത്ത മാൾട്ടി ചേച്ചി വരെ തലേന്ന് ഇറങ്ങി ഡാൻസ്. അതുകൊണ്ട് പിള്ളേരായിരുന്നു. കൂട്ടുകാരല്ലേ? അല്ലെങ്കിൽ അങ്ങനെയാണ്. ഞങ്ങൾ ബോയ്സിനെ വെട്ടിക്കാൻ കേസില്ല. മനസ്സിലായി. എന്നാലും മൊത്തത്തിൽ ഭയങ്കര വൈബായിരുന്നു. അപ്പൊ എന്റെ കല്യാണത്തിനും ഈ സഹകരണങ്ങളെല്ലാം ഞാൻ പ്രതീക്ഷിക്കണം. 2 വർഷം, 1 വർഷം കഴിഞ്ഞു. 1 വർഷത്തിന്റെ എക്സാം ഒക്കെ ആയി വരുക. ഈ 2 വർഷം കൂടെ കിടക്കുന്നു. നേഴ്സിംഗ് പോകണ്ടായിരുന്നു. ഈ കല്യാണമൊക്കെ കാണുമ്പോ എനിക്കും പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ നമ്മുടെ ചെറുക്കന്റെ കല്യാണം വരുമ്പോഴത്തേക്ക് നമ്മള് വേറെ ലെവലായിരിക്കും. ഇന്ന് ഇത്ര ഉണ്ടെങ്കിൽ നമ്മളൊരു 2-3 വർഷം വലുതായിരിക്കും. അത് നമ്മുടെ കിങ്ങിണിയൊക്കെ ഇച്ചിരി കൂടെ വലിയ ഡാൻസ് കളിക്കാനുള്ള പിള്ളേരായി കിങ്ങിണി. അതെ, അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ കല്യാണത്തിനാണ് ഇത്രയും കസിൻസ് എല്ലാം കൂടെ പ്ലാൻ ചെയ്ത് ഓരോരോ കാര്യങ്ങൾ ചെയ്തല്ലേ. അത് നമുക്ക് ഗ്രൂപ്പായി. ഗ്രൂപ്പ് എപ്പോഴായിരുന്നു? ഏതൊരു ടൈമില് ഗ്രൂപ്പ് സെറ്റ്. എന്തായാലും ഗ്രൂപ്പ് അടിപൊളിയാണ്. എല്ലാവർക്കും കൂടെ സംസാരിക്കാനുള്ള ഇത് കിട്ടുന്നുണ്ടായി. നമുക്ക് നമ്മുടേതായ കസിൻസിന് ഫ്രീഡം ഉണ്ട്, കാര്യങ്ങൾ സംസാരിക്കാം. കാരണന്മാരൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല. കസിൻസ് മാത്രമേ കേട്ടോ. മോൾഡ് ചേച്ചി ആഴ്ച ഒരു പാട്ട് പാടിയിട്ടിടും. അതിൻ്റെ അകത്ത് ഞങ്ങൾ അതെല്ലാം ട്രോളും. അപ്പൊ എന്തായാലും വൈബ് കല്യാണമായിരുന്നു കേട്ടോ. അടിച്ചു പൊളിച്ചു. ഞങ്ങൾ എൻജോയ് ചെയ്തതായി. അത് കേട്ടാ മതി. എല്ലാരും ഹാപ്പിയാണെന്ന് പറഞ്ഞാൽ 100% കേട്ടോ. ഒരിക്കലും ഫേക്ക് ആയിട്ട് പറയല്ല. 100% നമ്മൾക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യം അത്രയും ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ എന്റെ എന്താ പറയാ, എന്റെ കുടുംബത്തിൽ ഇത്രയും നല്ലൊരു പരിപാടി എന്തൊക്കെ ഓർമ്മ വെച്ചതിന് ശേഷം ഇത് ആദ്യത്തെ പരിപാടിയാണ്. ഇന്ന് ഞങ്ങൾ കേറ്ററിങ്ങിന് ഫുഡിന്റെ പൈസ കൊടുക്കാൻ പോയപ്പോ ആ പുള്ളിക്കാരൻ പറയണേ, ഭയങ്കര സൈലന്റ് ആയിട്ട് നടന്നൊരു കല്യാണമാണ്. സാധാരണ എല്ലായിടത്തും കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഭക്ഷണം കൊടുക്കുന്നത് എന്തെങ്കിലും കശാവിശ അലമ്പാവും, അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിന് അവിടെ പ്രോപ്പറായിട്ട് ടൈമിങ് കറക്റ്റാകില്ല. ഫോട്ടോ എടുക്കാനൊക്കെ ക്യൂ നിൽക്കും ആൾക്കാർ. ഇവിടെ അതൊന്നും ഉണ്ടായില്ലെന്ന് അവർ വിളിച്ചു പറഞ്ഞു. ഫുഡൊക്കെ സൂപ്പർ ആയിരുന്നു. സ്പേസ് വരുമ്പോഴാണ് നമുക്ക് അവിടെ ഏറ്റവും കൂടുതൽ ഭംഗിയാവുന്നത്. എല്ലാ കാര്യങ്ങളും ഭംഗിയാവുന്നത്. ഇത് ഫുഡിനായാലും സെക്ഷൻ എന്താ പറയാ, നമുക്ക് അറിയേ വേണ്ട. അതിനുള്ള സ്പേസ് ബാക്കിലുണ്ട് ഇഷ്ടം പോലെ. പിന്നെ ഓഡിറ്റോറിയം ഫ്രണ്ടിലെ മറ്റേ ആ ഒരു ഇരിക്കാനായിട്ട്, അതായത് ചെക്കനും പെണ്ണുങ്ങളൊക്കെ ഇരിക്കാനായിട്ട് ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, ആ മണ്ഡപം കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ആ ഒരു തീം ഉണ്ടല്ലോ, ആ ഒരു തീം ഉണ്ടല്ലോ, അത് നല്ല ഭംഗിയായി. അതെല്ലാരും പറഞ്ഞു, അവിടെ ഇരുന്നവരും എല്ലാവരും പറഞ്ഞു ആ മണ്ഡപം ഇതെങ്ങനെ നിങ്ങൾ സെറ്റപ്പ് ആയിട്ട് കണ്ടുപിടിച്ച് അല്ലേ. എല്ലാ കാര്യങ്ങളും ഏറ്റവും പ്ലാൻ ചെയ്ത്. എടി എന്നെ പഠിക്കാൻ വിട്ടിട്ട് ഉറങ്ങാൻ സമ്മതിക്കില്ല. ഞാൻ 2 മാസമായിട്ട് കഷ്ടപ്പെട്ട് സെറ്റാക്കി ഇതെല്ലാം. അത് പപ്പ കേറിയത് പറഞ്ഞു, അത്ര വലിയ മണ്ഡപം ഇതുവരെ പപ്പ കണ്ടിട്ടില്ല. സോ അമ്മ പറഞ്ഞു, അമ്മയുടെ അഭിപ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ പറഞ്ഞത് കുടുംബത്തിൽ ഇത്രയും വലിയ ഒരു കല്യാണം മാൾഡി ചേച്ചിയുടെ കല്യാണമാണ് നമ്മൾ കണ്ടുള്ളത്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇപ്പോഴത്തെ ആ ഒരു സെറ്റിംഗ്സ് അനുസരിച്ച് ഇതാണ് ഏറ്റവും വലിയ കല്യാണമാണല്ലോ, വൈബ് കല്യാണമായിരുന്നു. എല്ലാവർക്കും ഒരു വിഷമമായത് നമ്മള് കസിൻസിനെല്ലാം ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഇവര് തിരക്കാണ് ഒരുപാട്. നമ്മളും വീഡിയോയുടേതായ തിരക്കുകള്, കൊച്ചു കാര്യങ്ങൾ അങ്ങനെയൊക്കെ പോയി. പക്ഷെ അടിപൊളിയായിരുന്നു മൊത്തത്തിൽ. തലേദിവസം നല്ല വൈബായിരുന്നു. തലേദിവസം ഞങ്ങൾ പൊളിയായിരുന്നു. എനിക്ക് അവസാനം പേടിയായി ഇറ്റു ഇടിഞ്ഞു പോകുന്ന. ഞാൻ ആരോടൊക്കെ പതുക്കെ ഏറ്റവും കൂടുതൽ ഞാനാ. അത് അടിപൊളിയായിരുന്നു. അതെ, ഇനിയിപ്പം പപ്പായുടെ മറ്റേ 60 വയസ്സായതിന്റെ ചടങ്ങുണ്ട്. അതിന് നമുക്ക് ഗാനമേള വെക്കാം. അത് നമുക്ക് ഈ ഡാൻസ് കളിക്കാം. 7 വർഷം അപ്പോഴേക്കും സ്കോർ ചെയ്യും. 2 വർഷത്തിനുള്ളിൽ അവന്റെ കല്യാണം. അത് കഴിഞ്ഞ 5 വർഷത്തിൽ വേണ്ട വേണ്ടല്ലേ. ഓ എല്ലാം ചെലവാ.
എല്ലാം ചെലവാ. ഞാൻ കല്യാണം വെക്കണമെന്ന് തീരുമാനിക്കും, എന്നെ ചെലവാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ 5 വർഷമോ 2 വർഷമോ കഴിഞ്ഞ് ഞാൻ മോളെ കെട്ടിക്കുകയല്ല. മോക്ക് 32 വയസ്സായിട്ടേ കെട്ടിക്കുന്നുള്ളൂ. ചേച്ചിക്ക് ഇപ്പം 29 വയസ്സായി. 32 വയസ്സായി. ഞാനും വന്നോട്ടെ. എല്ലാം ഇപ്പൊ ചേച്ചി ആവുമ്പോ ഇത്രയും ഏജ് ഉണ്ടെങ്കിലും ചേച്ചിക്ക് ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് നോക്കാൻ പറ്റുന്നുണ്ട്. അതല്ലേ ഏറ്റവും വലിയ. ബേസിക്കലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണല്ലോ വിവാഹം ഇമ്പോർട്ടന്റ് തന്നെയാണ്. എന്നാരും ട്രോളരുത്, ഞാൻ പറയുന്നതാണ്. അത് അല്ലാതെ ഒന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞേക്കാം, അല്ലെങ്കിൽ വേണ്ട. ഞാൻ കട്ട് ചെയ്ത് കളയില്ല. അവരോട് അതാ അല്ലെങ്കിൽ അത് വിട്ട് കളഞ്ഞേക്ക് വെറുതെ. ബേസിക്കലി നമ്മൾ പറയാണെന്നുണ്ടെങ്കിൽ വെൽ സെറ്റിൽ ആയതിനു ശേഷം മാത്രമേ കല്യാണത്തിനെ പറ്റി ചിന്തിക്കാൻ പാടുള്ളൂ. ശരിയാ, നമ്മുടെ ലൈഫിന് നമ്മൾ പഠിച്ചൊരു പാടാണ്. അത് അങ്ങനെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തീർക്കാനും ചെയ്യാനും ഉണ്ട്. അതായത് ജോലി ആയിക്കോട്ടെ, പിന്നെ ഒരു വീടായിക്കോട്ടെ, അങ്ങനെയുള്ള ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ ആഗ്രഹിച്ച് എന്താ പറയാ അതിലേക്ക് നേടി എത്തിയതിനു ശേഷം മാത്രമേ ഒരു വിവാഹം എന്ന് പറയുമ്പോൾ അത് കംപ്ലീറ്റ് ആവുള്ളൂ. അവിടെ അതിനുള്ള നല്ല പക്വതയുണ്ട് ചേച്ചി. എല്ലാ കാര്യങ്ങളും ചെയ്തതിനു ശേഷമാണ് ആളുടെ വഴി തെരഞ്ഞെടുത്തത്. ഞങ്ങളുടെ ലൈഫ് എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് നല്ല രീതിയിൽ ഇതായി തന്നെ. പക്ഷെ നമ്മള് ആ ഒരു എടുത്താണ് ഇപ്പൊ ഇങ്ങനെയുള്ള കല്യാണം കാണുമ്പോൾ ഞങ്ങൾ ചിന്തിക്കും, അയ്യോ വേണ്ടിയിരുന്നില്ല. അങ്ങനെ ആരും പിന്നോട്ട് നമുക്ക് പിന്നെ ഒരു ഓപ്ഷൻ ഇല്ല. അതാട്ടോ. പക്ഷെ നമുക്ക് വിഷമമൊന്നുമില്ല കേട്ടോ. അപ്പം വിച്ചുവിന്റെ വാല്യുബിൾ ആയിട്ടുള്ള വാക്ക് ഞാനും മാളക്കുട്ടിയും പിന്നെ നമ്മുടെ ആ ഒരു ഏജ് ഉള്ള പിള്ളേരും മനസ്സിലാക്കുമെന്ന് കരുതുന്നു, അല്ലേ? അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടാറ്റ.